കുറച്ച് നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഒരു വീക്കെൻഡ് വ്ളോഗുമായിട്ടാണ് ഇന്ന് വന്നിരിക്കണേ. ഇത് ഇടാൻ കുറച്ച് ലേറ്റ് ആയി ഉണ്ടായിരുന്നു കേട്ടോ, കാരണം ഞാൻ പറയാം. അപ്പം ഇത് നിത്തുവിൻ്റെ പിറന്നാളായിരുന്നു സാറ്റർഡേ. അപ്പോൾ സാറ്റർഡേ സാധാരണ ഒന്നുകിൽ രണ്ടുപേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സ്കൂളുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻഗേജ്മെൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഇന്നാണെങ്കിൽ അങ്ങനെ നോക്കുമ്പം എല്ലാവരും ഫ്രീ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അടുത്തുള്ള അയ്യപ്പൻ ഗുരുവായൂരപ്പൻ അമ്പലത്തിൽ പോകാമെന്ന്. തൊഴുതിട്ട് പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഗീതത്തിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഗീതത്തിൽ പോയി എപ്പോഴും ദോശ അല്ലെങ്കിൽ നിത്തുവിന് ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആണ് ഇഷ്ടം. അതിലാവുമ്പം എല്ലാം വരും: ദോശ, ഇഡ്ഡലി, പിന്നെ ഒരു സ്വീറ്റ്, പൊങ്കൽ, എല്ലാം കൂടി ഉള്ളൊരു കോംബോ ആണ് അവൾ ഓർഡർ ചെയ്തത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പതുക്കെ വീട്ടിലേക്ക് പോയി സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം മൺഡേ തൊട്ട് കിത്തുവിന് മിഡ് ടേം സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം പ്രോഗ്രാംസ് ഒന്നുമില്ല. രാവിലെ കുറച്ച് നേരം പഠിക്കുക, പിന്നെ സദ്യ വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾക്ക് അങ്ങനെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഒന്നും പറഞ്ഞില്ല. പുറത്തുനിന്ന് വാങ്ങിച്ചാലും മതി എന്ന് പറഞ്ഞു. അങ്ങനെ പുറത്ത് പോയി കഴിക്കണതും എപ്പോഴും നടക്കില്ലല്ലോ. പിന്നെ സദ്യയായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് കുറേ സമയം എടുക്കും. ആ സമയത്ത് കിത്തുവിനെ പഠിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ രണ്ടുപേർക്കും സാറ്റർഡേ സൺഡേ ഒക്കെ ട്യൂഷനൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് കുറച്ച് സമയം വീട്ടിൽ കിട്ടുള്ളൂ. അപ്പോൾ കിത്തുവിന് ഹിന്ദി മാത്രമേ ഉള്ളൂ കേട്ടോ ട്യൂഷൻ. എന്നാലും അതൊരു ടൈം എടുക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഫുഡൊക്കെ എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി പുറത്തുനിന്ന് വാങ്ങിച്ചും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഇലയൊക്കെ വാങ്ങിച്ചതായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി. ആ ദിവസം പിന്നെ എങ്ങനെയൊക്കെയോ തീർന്നു. നെക്സ്റ്റ് ഡേ കിത്തുവിനെ ട്യൂഷന് വിട്ടതിന് ശേഷം ഞങ്ങൾ ചെടി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഞാൻ കുറേ കാലമായിട്ടോ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോയിട്ട്, കാരണം എപ്പോഴും ട്യൂഷൻ അത് ഇത് വിളിക്കാൻ പോകണം, ഷിഫ്റ്റ് അനുസരിച്ചിട്ട് പോകണ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചെടി കുറേ കാലമായി ഞാൻ വാങ്ങണമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇത് ECRലാണ് ഈ ഒരു പോട്ട് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കട വരണേ. ഇത് നമ്മൾ മുമ്പ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യം വന്നിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെയാണെങ്കിൽ എനിക്ക് പ്ലാന്റ് വെക്കണ സ്റ്റാൻഡ് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. സാധാരണ നഴ്സറിയിൽ അത് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അത് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഞാൻ വിചാരിച്ച ഹൈറ്റിലും ഒരു അളവിലുള്ളതൊന്നും ഇവിടെ എനിക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നെ നല്ല പ്രൈസും ഉണ്ടായിരുന്നു. പിന്നെ ചെടി പണ്ടത്തെക്കാട്ടി കുറേ ഏരിയ അവരിങ്ങനെ എടുത്തിട്ട് നിറച്ച് ചെടികളുണ്ട്. അപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ഓപ്ഷൻ ഉണ്ട്. എല്ലാ ടൈപ്പ് ചെടികളും ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിട്ട് പോയത് എനിക്ക് പൂച്ചെടികൾ പുറത്തിങ്ങനെ ഹാങ് ചെയ്യണ രീതിയിലുള്ള ചെടികൾ, അതായത് മെയിനായിട്ട് വാടാർമല്ലി, അങ്ങനെയുള്ള കുറച്ച് മുല്ല, അങ്ങനത്തെ ഒക്കെ ചെടികളാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്, നമുക്കറിയണം മണി പ്ലാന്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും. അപ്പോൾ കുറേ ഇങ്ങനെ ഇവർ നന്നായി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ സ്ഥലമുണ്ട്, കുറേ പ്ലാന്റ്സ് നിറച്ചുണ്ട്. ഇപ്പോൾ ഇവർ ഇപ്പോൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീടൊക്കെ ഇൻഡിവിജ്വൽ ഹൗസ് ആണെങ്കിലും ഫ്ലാറ്റിലെ ബാൽക്കണിയൊക്കെ ആണെങ്കിലും അവർ വന്ന് സെറ്റൊക്കെ ചെയ്ത് തരും അത്രേ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് കുറേ കണ്ടിട്ടുണ്ട്. എവിടെയാണെങ്കിലും വന്ന് കോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്നിട്ട് എല്ലാം സെറ്റ് ചെയ്ത് ഭംഗിയാക്കി തരും. നമുക്കിതുവരെ അങ്ങനൊരു അവസരം വന്നിട്ടില്ല. ആ സമയത്ത് നമുക്ക് വിളിക്കാം. അവിടെ നിന്ന് തന്നെ കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ചു. വാടാർമല്ലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പോണ വഴിക്ക് റോഡ് സൈഡിലുള്ള ഒരു കടയിൽ നിന്ന് വാടാർമല്ലി എങ്ങനെയെങ്കിലും ഒപ്പിച്ചു. അത്ര നല്ല ക്വാളിറ്റി അല്ലെങ്കിലും കണ്ടപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു നല്ല ഭംഗിയാണല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചു. പിന്നെ എനിക്ക് അടുത്ത ഈ ഒരു ബാൽക്കണിയിൽ കുറച്ച് ഒരു മാറ്റങ്ങൾ വരുത്തണം, ഭംഗിയാക്കണം എന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗം കൂടി ആയിട്ടാണ് നമ്മൾ ഈ ഒരു ചെടികളൊക്കെ വാങ്ങിച്ചത്. പിന്നെ കുറച്ച് സ്റ്റാൻഡുകളും ഷെൽഫുകളും ഒക്കെ ഫിക്സ് ചെയ്യാനുണ്ടായിരുന്നു. ഈ ടവൽ റോഡ് അങ്ങനെയുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ചെന്നൈയിൽ ഇതുപോലുള്ള എന്ത് പണിയാണെങ്കിലും ലൈവായിട്ട് അർബൻ കമ്പനിയിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ അങ്ങനെ ബുക്ക് ചെയ്ത ഉടനെ വരും. അപ്പോൾ നമുക്ക് ആ ഒരു സൺഡേ കറക്റ്റായിട്ട് വിളിച്ച ഉടനെ വന്നിട്ട് നമുക്ക് കുറച്ച് ബാത്റൂം ഷെൽഫുകളും ഒക്കെ ഹാങ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡ്രില്ലിങ് മെഷീനൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. നെക്സ്റ്റ് ഡേ കിത്തുവിന് ശരിക്കും പറഞ്ഞാൽ മിഡ് ടേം സ്റ്റാർട്ട് ചെയ്യായിരുന്നു. പക്ഷേ കറക്റ്റായിട്ട് അവൾക്ക് പനി വന്നു. മൺഡേ തൊട്ട് പനിയായിരുന്നു. പക്ഷെ അവൾ എക്സാം എഴുതിയതിന് ശേഷം ഒരു ഉച്ചയോട് കൂടിയിട്ട് എനിക്ക് കോൾ വന്നു. ഞാൻ വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ ഒരു 4 ദിവസം അവൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെടി വാങ്ങിച്ചതൊന്നും ഞാൻ സെറ്റ് ചെയ്തില്ല. കാരണം നമുക്ക് മനസ്സിൽ ഒരു എന്താ പറയുക, ഒരു സന്തോഷം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ വെച്ചു. ഈ ഒരു ഷെൽഫ് ഇവിടെ ഫിറ്റ് ചെയ്തു കേട്ടോ. കാരണം എനിക്കിങ്ങനെ
ഹാങ് ചെയ്ത് മണി പ്ലാന്റ് കിടക്കണം ഭയങ്കര ഇഷ്ടമാണ്. ഈ ചെടികളൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിന് എനിക്ക് ചട്ടികൾ വാങ്ങണമെന്നുണ്ടായിരുന്നു. കുറച്ച് ആമസോണിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ വന്നു വിത്ത് ലിഡ്, മറ്റേ താഴെ വെക്കണ ഒരു തട്ടോട് കൂടിയിട്ട് 5 എണ്ണത്തിൻ്റെ സെറ്റ്. പിന്നെ പുറത്ത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സാധാരണ ഞാൻ അവിടെ ഹാങ് ചെയ്യുന്നുണ്ട് ചെറുത്, അതിൻ്റെ തന്നെ ഒരു 4 കൂടി ഞാൻ വേറെ വാങ്ങിച്ചു. അത് പുറത്ത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരുമിച്ച് ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വെയിറ്റ് താങ്ങുമെന്ന് പേടിച്ചിട്ട് ഞാൻ ചെറുതായിട്ട് ഹാങ് ചെയ്യണേ. പൂച്ചെടികളൊക്കെ പിന്നെ പുറത്ത് വെച്ചിട്ടേ കാര്യമുള്ളൂ. പിന്നെ തുളസി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, തെച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എനിക്ക് പുറത്ത് ഹാങ് ചെയ്തിട്ടേ കാര്യമുള്ളൂ, അകത്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പിടിക്കില്ല. പിന്നെ ഈ ഒരു ഇൻഡോർ പ്ലാന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിൽ വെക്കാം. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ കിത്തുവിന് മൺഡേ തുടങ്ങിയ പനി ഒരു തേഴ്സ്ഡേ ഒക്കെ ആയപ്പോഴാണ് ശരിക്ക് ഒരു 103 കുറച്ച് താഴ്ന്ന് നോർമലായത്. അപ്പോൾ തേഴ്സ്ഡേ ഒക്കെ ആയപ്പോഴേക്കും ഏകദേശം അവൾക്ക് കുറച്ച് മാറി. അപ്പോൾ എനിക്ക് ഉഷാറായി. അപ്പോൾ ഞാൻ തേഴ്സ്ഡേ ആണ് ഈ പണി ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നോക്കിയപ്പോൾ ഇവിടെയൊക്കെ ഞെണുങ്ങിയിട്ടൊക്കെ ഉണ്ട്. വരണയിലുള്ള ഡാമേജ് പറ്റിയതാണ്. എന്നാലും ഓക്കെ, നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു. കാരണം ഇത് മൺഡേ വന്നതാണ്. പിന്നെ ഞാൻ പൊട്ടിച്ചേ നോക്കിയില്ലല്ലോ, അങ്ങനെ തന്നെ വെച്ചിട്ട് പിന്നെ തേഴ്സ്ഡേ ആണ് ഞാൻ ഇത് പുറത്തേക്ക് എടുക്കണേ. അങ്ങനെ പുറത്തേക്ക് എടുത്ത് ഇത് നമ്മൾ സ്ക്രൂ ഒക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ സ്പാനർ വെച്ച് നന്നായിട്ട് മുറുക്കിയിട്ട് വേണം, കാരണം താഴെ ആൾക്കാർ നടന്നു പോണ വഴിയല്ലേ. അപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. പിന്നെ എനിക്ക് വേറെ ഓൾറെഡി ഒരു ഇരുമ്പിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കാനാണ് ഉദ്ദേശിക്കണേ. അപ്പോൾ ഈവൻ വീണാലും അതിലേക്കേ വീഴുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ മണ്ണും കുറച്ച് വാങ്ങിച്ചു. അത് പിന്നെ സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടിലോ അല്ലെങ്കിൽ ആമസോൺ നൗവിലൊക്കെ നമ്മളിപ്പോൾ ഓർഡർ ചെയ്താൽ ഇന്ന് തന്നെ കൊണ്ടുതരും. അതായത് 10 മിനിറ്റിൽ ഡെലിവറിയും. അപ്പോൾ ഒരു ദിവസം കിത്തു ഉച്ചയ്ക്ക് ഉറങ്ങണ സമയത്ത് ഞാൻ ആ തേഴ്സ്ഡേ ഫുള്ള് കുത്തിയിരുന്ന്, നമുക്ക് ആകെ മിക്സ് ചെയ്യാനൊക്കെ ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ കുത്തിയിരുന്നിട്ടാണ് ഞാനിതൊക്കെ സെറ്റ് ചെയ്തെടുത്തത്. കാരണം നമുക്ക് അങ്ങനെ ഒരു കൗണ്ടർ സ്പേസോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ കുറേ നേരം കഷ്ടപ്പെട്ട് മണ്ണെല്ലാം, പഴയ മണ്ണൊക്കെ ഓൾറെഡി ഉള്ള മണി പ്ലാന്റിൻ്റെയും പിന്നെ ആ CC പ്ലാന്റ് അങ്ങനെയുള്ള കുറേ പഴയ പ്ലാന്റുകളുടെയൊക്കെ മണ്ണും ക്വാളിറ്റി കുറഞ്ഞുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചപ്പോൾ ഒരു 5 കിലോ മണ്ണ് വാങ്ങിച്ചിട്ട് അതിൽ കുറച്ച് ഫെർട്ടിലൈസറും കൂടി ആഡ് ചെയ്തിട്ട് എല്ലാത്തിൻ്റെയും മണ്ണ് മാറ്റി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഫുള്ള് ചെയ്ത് തീർക്കണ വരെ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഒറ്റ ഇരിപ്പിൽ ഇരുന്നിട്ടാണ് ഫുൾ പണി ചെയ്ത് തീർത്തത്. അപ്പോൾ ആസ് യൂഷ്വൽ അവിടെ ഭയങ്കര ചൂടും വെയിലുമാണ്. ഇപ്പോൾ നാട്ടിലെ പോലെ ഒന്നല്ല, ഇവിടെ മഴയൊന്നുമില്ലല്ലോ. അപ്പോൾ മഴ ഉണ്ടെങ്കിൽ പോലും ഈവനിങ് കുറച്ച് നേരം ഇങ്ങനെ പെയ്യുന്നു നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. ചാറി പോകണേ ഉള്ളൂ, അല്ലാതെ വലിയ മഴയില്ല. പകൽ നല്ല വെയിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ടേബിൾ ഫാനല്ല, ആ ഒരു പെഡസ്റ്റൽ ഫാൻ ഇവിടെ കൊണ്ടുവച്ച് കാറ്റടിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇരുന്നിട്ട് എല്ലാ പണികളും ചെയ്യണേ. ഒരുവിധം എല്ലാ പണികളും ഒരു 2-3 മണിക്കൂറൊക്കെ എടുത്തു കേട്ടോ. ഊണ് കഴിഞ്ഞിട്ട് ഇരുന്നതാണ്. ആ സമയത്ത് കിത്തു ഉറങ്ങിയതുകൊണ്ട് അവൾ അറിഞ്ഞും കൂടി ഇല്ല. അങ്ങനെ എല്ലാം ഒരുവിധം സെറ്റ് ചെയ്തു. ഇതുപോലെ ഫാൻ വെച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെയാണ് എല്ലാ പണിയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ഇരുന്നിട്ട്. പിന്നെ എല്ലാം പ്ലാൻ ചെയ്തു. തെച്ച് മാത്രം ഞാൻ വേറെ ചട്ടിയിലേക്ക് മാറ്റിയില്ല. കാരണം നമ്മളിങ്ങനെ ഇളക്കം തട്ടിയിട്ട് അത് നാശമാവണ്ടെന്ന് വിചാരിച്ചിട്ട് തെച്ച് ഞാൻ ചെയ്തില്ല. പിന്നെ സ്നേക്ക് പ്ലാന്റും ചെയ്തില്ല. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, കുറച്ചും കൂടി കഴിഞ്ഞ് മാറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതേ ഒരുവിധം എല്ലാം ക്ലീൻ ചെയ്തു. ഒരു ഇട്ടാവട്ട സ്ഥലമാണ് നമ്മുടെ ബാൽക്കണി എന്ന് പറയണത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഉള്ള ചെടികളൊക്കെ വെക്കാനും പറ്റുള്ളൂ. പക്ഷേ ഈ ബാക്കിലുള്ള ചെടികളൊന്നും നമുക്ക് ഇങ്ങോട്ട് കാണാനും പറ്റില്ല കേട്ടോ. അതിനും അപ്പോൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമുക്ക് ഭംഗിയിൽ രീതിയിൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു 10 മണി പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണത്തിന് 30 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ വാടാർമല്ലിക്ക് 50 രൂപ, അങ്ങനെയൊക്കെ വലിയ വില ഉണ്ടായിരുന്നില്ല റോഡ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട്. മറ്റ് ചെടികൾക്ക് അത്യാവശ്യം വില ഉണ്ടായിരുന്നു കേട്ടോ. ഏതാണെന്ന് വെച്ചാൽ ആ ഒരു സ്നേക്ക് പ്ലാന്റൊക്കെ ഒരു 160 200 ആ റേഞ്ചിലുണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി ഉള്ള ചെടികൾ തന്നെ ഞാൻ റീപോട്ടിങ്ങും ചെയ്തു. പിന്നെ ഇത് ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്തേക്കണേ പുറത്ത്. അവിടെ ഒരു ഇരുമ്പിൻ്റെ ഒരു സ്റ്റാൻഡ് ഓൾറെഡി ഞാൻ പണ്ടേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി ഇതും ഹാങ് ചെയ്തിട്ട് തന്നെയാണ് വെച്ചേക്കണേ, ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്. നമ്മൾ കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, നമുക്കായാലും ആ വഴി നടക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകാൻ പാടില്ലല്ലോ. ഞാൻ കയറൊക്കെ വെച്ച് കെട്ടി കുറച്ച് സേഫ്റ്റിയിലാണ് ചെയ്തിരിക്കണേ. പിന്നെ നമുക്ക് താഴേന്ന് ഇങ്ങനെ നോക്കുമ്പോഴും നമുക്കൊരു രസമാണ് കേട്ടോ, പൂ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ. പിന്നെ കണ്ടില്ലേ, നമ്മളുടെ വീടിൻ്റെ ആ ഏരിയ ഒക്കെ ഇപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ ഒരു വീട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ ടോട്ടലി നമ്മുടെ ഏരിയ ഫുള്ള് ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പച്ചപ്പും ഹരിതാഭയും ഒക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചെടികളൊക്കെ വെച്ച് അത് കാണുമ്പോഴാണല്ലോ നമുക്ക് ഒരു എത്രയൊക്കെ പറഞ്ഞാലും നാടിൻ്റെ ഒരു ഫീലിംഗ് കിട്ടില്ലെങ്കിലും നമ്മൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ സന്തോഷിക്കണു, സമാധാനിക്കണു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബും ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം.